നമസ്കാരം. നമസ്കാരം. അല്ല തന്നെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. എന്റെ സാറെ കേസ് വേണ്ടേ, കിട്ടണ്ടേ സംഭവം. എടോ മന്മത, താൻ കഴിഞ്ഞ മാസം ഒരൊറ്റ കേസാണ് തന്നത്. ഇല്ലെങ്കിൽ 8ഉം 10ഉം ആക്സിഡന്റ് കേസുകളൊക്കെ കൊണ്ടുതരുന്നതാണല്ലേ. ഇനിയിപ്പോ കേസ് ഉണ്ടാക്കാനായിട്ട് എനിക്കുണ്ട്, വണ്ടി ഇടിക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ല, ഈ ആക്സിഡന്റ് കേസുകളിലെ മരിച്ച കേസുകളൊന്നും വരുന്നില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ ആളെ കൊല്ലണമെന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ല. അല്ല, അതിനെ ആശുപത്രിയിലെ ഡോക്ടർമാർ വിചാരിക്കണം. അല്ലേ പിന്നെ ഞാൻ തന്നെ പോയി തല്ലി കൊല്ലേണ്ടി വരും. നീ അങ്ങനെ എങ്ങാനും ചെയ്തിട്ട് എന്റെ കേസ് സാറ് വാദിക്കും, എന്നിട്ട് ഞാൻ അകത്ത് കിടക്കും. ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ശീതള, ഇപ്പൊ എങ്ങനെയുണ്ട് കൈക്ക്? ഒരുവിധം കൊള്ളാം സാറേ, അറിയില്ലേ? ഇല്ല, എനിക്ക് നല്ല പരിചയം തോന്നുന്നു, അതാ ഞാൻ നോക്കിയേ. മാഷേ എന്നെ മനസ്സിലായില്ലേ അല്ലേ? ഇല്ല. LP സ്കൂളിലെ അധ്യാപകൻ ശീതളൻ, ഓർമ്മയുണ്ടോ? ഓർമ്മ അങ്ങോട്ട് ശരിക്കും കിട്ടുന്നില്ല. ആപ്പിള് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു, 356-ാമത്തെ റൂം. ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഒന്നാമത്തെ എങ്ങനെ ഓർമ്മ ഉണ്ടാവുക, വർഷം ഒന്നും കഴിഞ്ഞില്ലേ നമ്മൾ ഈ നടപ്പ് തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കുടിക്കുന്നത് താങ്കളല്ലേ? അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല. അതെ അതെ. അപ്പൊ ശീതള, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതുപോലെയൊക്കെ ചെയ്യണം. നമുക്കിപ്പോ കൈമുട്ട് മടക്കാനും നിവർത്താനും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. എങ്ങനെ? കൈമുട്ട് നിവർക്കാനും മടക്കാനും കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എതിർഭാഗം വക്കീൽ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. മിസ്റ്റർ ശീതളൻ, താങ്കൾക്കിപ്പോൾ കൈ മടക്കാനും നിവർത്താനും കഴിയുന്നുണ്ടോ? എനിക്കിപ്പോ മടക്കാനും നിർത്താനും കഴിയില്ല. കൈ ശരി, കഴിയുന്നില്ല. ഈ ആക്സിഡന്റിന് മുമ്പ് താങ്കൾ കൈ എത്രമാത്രം മടക്കുകയും നിവർത്തുകയും ചെയ്തിരുന്നു? അന്ന് ധാരാളം പറ്റിയിരുന്നു, നല്ലപോലെ കൈ മടക്കുകയും നിർത്തുകയും ചെയ്തിരുന്നതാണ്. ശീതളായിട്ട് ഇപ്പൊ കോടതിക്ക് മനസ്സിലാവൂലേ ഈ കൈക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്? ശരിയാവില്ല സുധാ. അയ്യോ സാർ, ഒരു പ്രാവശ്യം കൂടി ചോദിച്ചോളൂ, ഇനി തെറ്റിക്കാഞ്ഞാ മതിയല്ലോ. ശരി. മിസ്റ്റർ ശീതളൻ, താങ്കൾ ഒരു ആ ബട്ടൺസ് ഒന്ന് ഇടൂ. കണ്ടോ കണ്ടോ? മാഷെ കൈ മടക്കില്ലേ ഇപ്പൊ ബട്ടടെ? ഞാൻ പറഞ്ഞില്ലേ കൈ മടക്കല്ലേന്ന്. ഇത് ശരിയാവില്ലേ സാർ? വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ചെല്ലു. എന്ത് ചെയ്യാൻ പോവാ? മാഷിങ്ങോട്ട് വരും. കേസ് ജയിക്കണ്ടേ? ക്ലെയിം മേടിക്കണ്ടേ? എന്താ മാഷേ ഇത്? അതൊക്കെ അവര് ചെയ്തു തരാം. ഇതെന്താ ഇതൊക്കെ ഞാനൊരു 5-6 മാസം നടന്നതാണ്. സാറേ ഇത് എത്ര വേണം? എന്താ പരിപാടി? എത്ര വേണം? വേണ്ട, പകുതി മതി. എന്താ ചെയ്യാ പോണേ? ചെറുതൊന്നെടുത്തോ. അതെ, ഇപ്പൊ അസുഖമൊന്നുമില്ല, നിങ്ങൾക്ക് അതറിയാലോ. കൈ വെക്കും. കാശ് മേടിക്കണ്ടേ? ഞാൻ അതിൽ മിണ്ടാതിരിക്കണേ, ഞാനും കൂടെ അതിൽ വന്ന് ഇടപെടണല്ലോ. ഇതിപ്പോ എന്തിനാ അതൊക്കെ ഞാൻ പിന്നീട് അഴിക്കാം. എന്റെ കൊച്ചെ ഒന്ന് പതുക്കെ പിടിക്കുന്നുണ്ടോ? ഇനി നിങ്ങളൊന്ന് മടക്കി കൈ മടക്കി കാണിക്ക്. എങ്ങനെയാ പറ്റുക? അപ്പൊ അങ്ങനെ മടക്കാതിരിക്കാൻ കെട്ടിരിക്കുക. ഈ LP സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകളുടെ ചിലപ്പം ബുദ്ധി അത്രേ കാണുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യിച്ചത്. അതല്ല, എന്നാ ഞാനൊരു ബുദ്ധി പറയാം. ഇതിപ്പോ ഈ കെട്ടി വെച്ചോണ്ടാണോ തനിക്ക് ഇത് കൈ മടക്കാൻ പറ്റാത്തതെന്ന് അവര് ചോദിച്ചാലോ? ഭാഷ കെട്ടിവെച്ചത് അവര് കാണുന്നില്ലല്ലോ. കണ്ടോ? ഇനി അത് പറയാഞ്ഞാ മതി, അവിടെ ചെന്ന് ഇവിടെ മുള വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന്. ശീതള, 11 മണിക്ക് കോടതി വിളിക്കും. ആ സമയത്ത് നിങ്ങളവിടെ ഉണ്ടാവണം. ഞാൻ അങ്ങോട്ട് വരും. ഈശ്വര, എത്ര മണിക്കാ കഴിയാ അവിടെ? ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത്രേ കാണും. അവരിത് കണ്ടുപിടിച്ചിട്ട് പിന്നെ ശീതളേട്ടനെ ജയിലിൽ പിടിച്ചിടൂല്ലോ. ഞാനില്ലേ? അല്ല, ചോദിക്കാണ്, സംശയമാണല്ലോ. പിന്നെന്താ? ഇത് നേരത്തെ കഴിഞ്ഞില്ല വെച്ചാൽ ഊണും കഴിക്കാൻ പറ്റില്ല, അത് കെട്ടി വെച്ചിട്ട്. ഓരോ കാര്യങ്ങൾ. ഇത് ക്ലെയിമിന്റെ കമ്മീഷൻ വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കരുനാക്കടുത്തൊന്നും പറയരുത്.